ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചത്താപ്പച്ച തിയേറ്ററിലെത്തിയിട്ട് ഇന്ന് ഒരു വാരം പിന്നിടുകയാണ്. അദ്വൈത് നായർ സംവിധാനം ചെയ്ത് ജനുവരി 22 വ്യാഴാഴ്ച തിയേറ്ററിലെത്തിയ സിനിമയിൽ അർജുൻ അശോകൻ, റോഷൻ മാത്യു, വിശാഖ് നായർ, ഇഷാൻ ഷൗക്കത്ത്, സിദ്ദീഖ്, മമ്മൂട്ടി എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. സിനിമ 6ാം ദിവസം ഇന്നലെ ചൊവ്വാഴ്ച കേരളത്തിൽ കളക്ട് ചെയ്തത് 83 ലക്ഷം രൂപയാണ്. അങ്ങനെ 6 ദിവസത്തെ കേരള കളക്ഷനായി 13,43 ലക്ഷം രൂപ ഈ സിനിമ നേടിയെടുത്തിട്ടുണ്ട്. 6ാം ദിവസം ഇന്നലെ ചൊവ്വാഴ്ച ഈ സിനിമ വേൾഡ് വൈഡ് കളക്ഷനായി നേടിയെടുത്തത് 1,92 ലക്ഷം രൂപയാണ്. അങ്ങനെ 6 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി 31,05 ലക്ഷം രൂപ ഈ സിനിമ നേടിയെടുത്തിരിക്കുകയാണ്. ഇത് സംബന്ധമായ ഒഫീഷ്യൽ പോസ്റ്റർ ഇന്ന് അണിയറ പ്രവർത്തകർ പ്രസിദ്ധീകരിച്ചിട്ടുമുണ്ട്. ഇനി 7ാം ദിവസമായ ഇന്ന് ബുധനാഴ്ചയിലെ കേരള കളക്ഷനിലേക്ക് വന്നാൽ ഇന്ന് 75 ലക്ഷം റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. 7 ദിവസത്തെ കേരള കളക്ഷൻ 14,15 ലക്ഷം റേഞ്ചിലുമാണ്. 7 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 32,50 ലക്ഷം റേഞ്ചിലുമാണ്. അങ്ങനെ മലയാള സിനിമയ്ക്ക് 2026 തുടക്കത്തിൽ തന്നെ ആദ്യ ക്ലീൻ ഹിറ്റ് വിജയം നേടിയെടുത്ത സിനിമയായി ചത്താപ്പച്ച മാറിയിരിക്കുകയാണ്. ജനുവരി 21 വെള്ളിയാഴ്ച തിയേറ്ററിൽ മിക്സഡ് ഓപ്പറ നേടിയെടുത്ത മലയാള സിനിമയാണ് ബേബി ഗേൾ. നിവിൻ പോളി നായകനായി അരുൺ വർമ്മ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ ലിജോ മോൾ ജോസ്, അഭിമന്യു തിലകൻ, സംഗീത് പ്രതാപ്, അസീസ് നെടുമങ്ങാട്, ജാഫർ ഇടുക്കി എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. ഈ സിനിമ 5ാം ദിവസം ഇന്നലെ ചൊവ്വാഴ്ച കേരളത്തിൽ കളക്ട് ചെയ്തത് 26,50,000 രൂപയാണ്. 5 ദിവസം കൊണ്ട് അങ്ങനെ 3,26 ലക്ഷം രൂപയാണ് കേരള കളക്ഷനായി സ്വന്തമാക്കിയിട്ടുള്ളത്. 6ാം ദിവസം ബുധനാഴ്ച ഈ സിനിമ കേരളത്തിൽ 25 ലക്ഷം റേഞ്ചിൽ കളക്ഷൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ 6 ദിവസം പിന്നിടുമ്പോൾ കേരളത്തിൽ 3,50 ലക്ഷം റേഞ്ചിൽ നേടിയെടുത്ത് കഴിഞ്ഞ ഈ സിനിമ വേൾഡ് വൈഡ് കളക്ഷനായി പ്രതീക്ഷിക്കുന്നത് 6-6.5 കോടി റേഞ്ചിലാണ്. നിവിൻ പോളി നായകനെ അഖിൽ സത്യൻ തിരക്കഥ സംവിധാനം ചെയ്ത് ക്രിസ്മസ് റിലീസായി തിയേറ്ററിലെത്തി ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത് മുന്നേറിക്കൊണ്ടിരിക്കുന്ന മലയാള സിനിമയാണ് സർവമായ. ഈ സിനിമ ഇന്നലെ ചൊവ്വാഴ്ച വരെയുള്ള 34 ദിവസം കൊണ്ട് കേരളത്തിൽ കളക്ട് ചെയ്തത് 77,33 ലക്ഷം രൂപയാണ്. 35ാം ദിവസമായ ബുധനാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 15 ലക്ഷം റേഞ്ചിലാണ്. അങ്ങനെ 77,50 ലക്ഷം റേഞ്ചിൽ ഈ സിനിമയുടെ കേരള കളക്ഷൻ എത്തിച്ചേർന്നിട്ടുണ്ട്. സിനിമയുടെ 35 ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 148,40 ലക്ഷം റേഞ്ചിലാണ്. നാദൃശ സംവിധാനം ചെയ്ത് ജനുവരി 23 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് മാജിക് മഷ്റൂം. ചിത്രത്തിൽ വിഷ്ണു ഉണ്ണികൃഷ്ണൻ, ഹരിശ്രീ അശോകൻ, അജു വർഗീസ്, സിദ്ധാർത്ഥ ഭരതൻ എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. ഈ സിനിമ 5ാം ദിവസം ഇന്നലെ ചൊവ്വാഴ്ച കേരളത്തിൽ കളക്ട് ചെയ്തത് 7,40,000 രൂപയാണ്. അങ്ങനെ 5 ദിവസം കൊണ്ട് കേരളത്തിൽ 72 ലക്ഷം രൂപയാണ് ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത്. ഈ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷനുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് ഒന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ജനുവരി 21 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തി ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ വമ്പൻ ട്രെൻഡിങ്ങും ബ്ലോക്ക് ബസ്റ്റർ വിജയക്കുതിപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന ബോളിവുഡ് സിനിമയാണ് ബോർഡർ 2. ഈ സിനിമ 5ാം ദിവസം ഇന്നലെ ചൊവ്വാഴ്ച കേരളത്തിൽ 5 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത്. അങ്ങനെ 5 ദിവസം കൊണ്ട് കേരള കളക്ഷനായി 65 ലക്ഷം രൂപ ഈ സിനിമ നേടിയെടുത്തിട്ടുണ്ട്. ഇന്ത്യൻ നെറ്റ് കളക്ഷനായി മാത്രം 5 ദിവസം കൊണ്ട് 200 കോടിയാണ് ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത്. ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ 239,75 ലക്ഷം രൂപയുമാണ്. വിദേശത്ത് നിന്ന് 37,25 ലക്ഷം ഉൾപ്പെടെ ഇന്നലെ വരെ ഈ സിനിമ ലോകമെമ്പാടുമായി 277 കോടി രൂപയാണ് നേടിയെടുത്തിരിക്കുന്നത്. 6ാം ദിവസമായ ഇന്ന് ബുധനാഴ്ചയോടെ ഈ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ 300 കോടിയിലേക്ക് എത്തിച്ചേരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ദുരന്തർ തിയേറ്ററിലെത്തിയിട്ട് ഇന്ന് 55 ദിവസമാണ് പിന്നിടുന്നത്. ഇന്നലെ ഈ സിനിമ കേരളത്തിൽ 1,46,000 രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 54 ദിവസം കൊണ്ട് കേരളത്തിൽ 8,57 ലക്ഷം രൂപയാണ് ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത്. ഇന്നലെ ഈ സിനിമ ഇന്ത്യയിൽ നിന്ന് ഗ്രോസ് കളക്ഷനായി നേടിയെടുത്തത് 60 ലക്ഷം രൂപയാണ്. അങ്ങനെ 1,01,90 ലക്ഷം രൂപയാണ് 54 ദിവസത്തെ ഗ്രോസ് കളക്ഷൻ. വേൾഡ് വൈഡ് കളക്ഷനായി 1,297,90 ലക്ഷം രൂപയും സ്വന്തമാക്കിയിട്ടുണ്ട്. ഈ സിനിമകളെ കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.